സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, സിനിമാ മന്ത്രി മുന്നിലാണ്. അമ്പലപ്പുഴയിൽ 1576 വോട്ടുകൾ. നമ്മുടെ കമ്മലല്ല ഇത് എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് 832 വോട്ടുകൾ മുന്നിൽ. മാത്രമല്ല പരവൂരിൽ അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദർ പിന്നിലാണെങ്കിലും എറണാകുളത്തെ ശിഷ്യൻ മുന്നിലാണ്. അപ്പൊ പറവൂർ എന്ന് കണ്ടുപിടിക്കും. പറവൂർ അപ്പോൾ LDF 42ലേക്ക് താണുകുട്ടി. പിണറായി വിജയൻ 2523 വോട്ടുകൾക്ക് പിന്നിൽ. പിണറായി വിജയൻ ധർമ്മടത്ത് 2523 പിന്നിലാണ്. മന്നിച്ചിടയ്യ, വിശ്വസിക്കാൻ പറ്റില്ല. ഇതെപ്പടി പറ്റത്? കേരള എന്തൊക്കെ ഒരു നിവൃത്തിയില്ല. നല്ല ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, ഒരു നിവൃത്തിയില്ല. റെഡി. ഓക്കെ. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ 1586 വോട്ടുണ്ട്. സംശയം പരവൂരിൽ VD സതീശൻ പിന്നിൽ, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ. ആരോട് പരാതി പറയും? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നിൽ പോകുന്ന ചരിത്രത്തിലെ ഇവരെ രണ്ടുപേരും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓർത്തു നോക്കെ ഒരു അവിടെ ധർമ്മടം പോലെ UDF CPM കൊടുങ്കോട്ടയിൽ അയ്യോ ഒന്നും പറയണ്ട. ആ റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുവാല്യക്കാരനോട് മുഖ്യമന്ത്രി മണലൂരിലെ C രവീന്ദ്രനാഥ് അറിയാമല്ലോ, തോമസ് കോളേജിലെ പ്രൊഫസർ, 42 വോട്ടുകൾക്ക് മുന്നിൽ. മലപ്പുറത്ത് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി 5126 വോട്ടുകൾക്ക് മുന്നിലാണ്. PKK ഞാൻ പറയട്ടെ, പ്രമാദമായിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, PKK. ധർമ്മടത്ത് പിണറായി പിന്നില്ല, പിന്നെ ശശീന്ദ്രൻ പിന്നില്ല. എന്താ അത്ഭുതം? അല്ലെ, ശശീന്ദ്രന് വിഷമം കാണുന്നു. ഒരു വിഷമവും മുദ്രാവാക്യം. 25 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് UDF മുന്നേറ്റം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട്. നമ്മളിപ്പോഴേ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു കാലമായിട്ട് കാണാനില്ലായിരുന്നു, ഇപ്പൊ സ്ഥലത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. പീപ്പിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.